20 വർഷം മുമ്പ് നടന്നതാണ്, എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ വളർന്നു, ഞങ്ങളുടെ കുടുംബങ്ങളും പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളും പരസ്പരം സൗഹൃദം പുലർത്തുന്നുമുണ്ട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. വർഷങ്ങൾക്കു ശേഷം പ്രഭുവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഖുശ്ബു പ്രതികരിച്ച വാക്കുകളാണിത്. 14-ാം വയസ്സിലാണ് ഖുശ്ബു നായികയായി അഭിനയിച്ച് തുടങ്ങിയത്. എന്നാൽ തന്റെ 16-ാം വയസ്സിൽ തെന്നിന്ത്യൻ സിനിമയിലേക്ക് ചേക്കേറുന്നതോടെയാണ് ഖുശ്ബുവിന്റെ കരിയർ മാറി മറിഞ്ഞത്. തുടക്കം തെലുങ്കിലായിരുന്നു. പിന്നീട് 1988-ൽ ധർമ്മത്തിൻ തലൈവൻ എന്ന ചിത്രത്തിലൂടെയാണ് തമിഴിലെത്തുന്നത്. നടൻ പ്രഭുവാണ് ഖുശ്ബുവിനെ നായികയാക്കി റെക്കമെൻഡ് ചെയ്തത്. 1991-ൽ ഇരുവരും വീണ്ടും ഒരുമിച്ചു, ചിന്നത്തമ്പിക്ക് വേണ്ടി. ആ സിനിമ വൻ വിജയം നേടുകയും ചെയ്തു. ഇതോടെ ഖുശ്ബു സാധാ താരം എന്നുള്ള നിലയിൽ നിന്ന് സൂപ്പർ നായികയിലേക്ക് വളരാൻ ആരംഭിച്ചു. ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായി മാറി ഖുശ്ബുവും പ്രഭുവും. എന്നാൽ ഓഫ് സ്ക്രീനിൽ അതേ സമയം തന്നെ ഖുശ്ബുവും പ്രഭുവും പ്രണയത്തിലാവുകയും ചെയ്തു. എന്നാൽ ഖുശ്ബുവുമായി അടുപ്പത്തിലാകുമ്പോൾ പ്രഭു വിവാഹിതനുമായിരുന്നു. സിനിമകൾ ഹിറ്റാകും തോറും ഇരുവരും തമ്മിലുള്ള പ്രണയവും ശക്തമായി കൊണ്ടിരുന്നു. ആരാധകർ ഖുശ്ബുവിന്റെയും പ്രഭുവിന്റെയും ജോഡി പൊരുത്തത്തിന് കൈയടിക്കുമ്പോൾ പ്രഭുവിന്റെ കുടുംബജീവിതത്തെ അത് സാരമായി തന്നെ ബാധിച്ചു. പ്രഭുവും ഖുശ്ബുവും ലിവിംഗ് ടുഗദറിലാണെന്ന് വരെ അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ ഇരുവരും രഹസ്യമായി വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചിത്രങ്ങളും പ്രചരിച്ചു. എന്നാൽ ഖുശ്ബുവും പ്രഭുവും മൗനം പാലിച്ചു. ഗോസിപ്പ് കോളങ്ങൾ വായടക്കി വെക്കാതായതോടെ പ്രഭുവിന്റെ അച്ഛനും ഇതിഹാസ താരവുമായ ശിവാജി ഗണേശൻ ഇടപെട്ടു. പ്രഭുവിനെ അദ്ദേഹം താക്കീത് ചെയ്തു. അച്ഛനെ അതിയായി ബഹുമാനിച്ചിരുന്ന പ്രഭുവിന് അദ്ദേഹത്തിന്റെ വാക്ക് നിഷേധിക്കുക അസാധ്യമായിരുന്നു. അങ്ങനെയാണ് പ്രഭുവും ഖുശ്ബുവും തമ്മിലുള്ള പ്രണയത്തിന് വിരാമമാകുന്നത്. പതിയെ എല്ലാം കെട്ടടങ്ങി. ഖുശ്ബു പിന്നീട് സംവിധായകൻ സുന്ദർ സിയുമായി പ്രണയത്തിലായി. ഇരുവരും 2000-ൽ വിവാഹം കഴിക്കുകയും 2 പെൺകുട്ടികൾ ഇവർക്ക് ജനിക്കുകയും ചെയ്തു.